ഹലോ എവ്രി വൺ. സോ ഇന്ന് നമുക്കൊരു ഡൂഡിൽ ആർട്ട് ചെയ്താലോ? ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു വര വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ ആയിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഡോട്ടിൽ നിന്ന് അപ്പുറത്തെ ഡോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഇത് തന്നെയാണ് നമ്മൾ മുഴുവനായിട്ടും ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവസാനം അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കാണുമ്പോൾ അതെന്താണിത് എന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും ഇങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പോവുക. ഒരു ഡോട്ടിൽ നിന്ന് മറ്റേ ഡോട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് കുഞ്ഞതായിട്ട് നമുക്ക് ചെയ്യാം, വലുതായിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ സമയത്ത് അതുപോലെ നിങ്ങൾ അങ്ങ് ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുവാണേ, കാരണം ഇത് ചെയ്യാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുവരെ വേണ്ടാലോ. എന്നിട്ട് ആ ഒരു ലൈൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും ലൈൻ വരയ്ക്കുക. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ കുത്തി വരച്ചോളൂ. ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാമല്ലോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാൻ തോന്നുന്നത് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരയ്ക്കുക. എന്നിട്ട് അതിൽ ഡോട്ട്സ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ആ ഡോട്ടുകളെല്ലാം വെച്ച് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയിൽ കുറച്ച് ഗ്യാപ്പുകളൊക്കെ കാണും. അവിടെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചാൽ മതി. ഓക്കെ, സോ അപ്പോൾ അത് ഫില്ലായിട്ട് പോയിക്കോളും. അപ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നില്ല. സോ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ലൈൻസ് ഇട്ടിട്ട് അതിൽ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ട് അതിങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡൂഡിൽ ആർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് ബോറടിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ വരച്ച് കളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വരച്ചിട്ട് നമ്മളുടെ ടൈം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി ഒരു സ്ട്രെസ് റിലീഫിനുള്ള ഒരു മെത്തേഡും കൂടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്ന് വരയ്ക്കുന്ന സമയത്ത് നമ്മളുടെ സ്ട്രെസ്സൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ആക്ച്വലി കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും, അവസാനം നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡൂഡിൽ ആർട്ടും കൂടെയാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കൊള്ളാലോ എന്ന് തോന്നുന്നില്ലേ? തോന്നണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡൂഡിൽ ആർട്ടാണ് കേട്ടോ. സോ ഇതിൽ സിമ്പിളാണ്. കുറച്ച് വര വരയ്ക്കുക, എന്നിട്ട് അതിൽ കുറച്ച് ഡോട്ട്സ് ഇടുക, എന്നിട്ട് ഒരു ഡോട്ടിൽ നിന്ന് മറ്റൊരു ഡോട്ടിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, സോ ഏകദേശം ഒരു മുടി പോലെ അല്ലെങ്കിൽ ഒരു മത്തങ്ങ പോലെ, ഇതിപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ അങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോർഡം നമുക്ക് കറക്റ്റായിട്ട് മാറ്റാനായിട്ട് പറ്റും. അത് കറക്റ്റായിട്ടൊരു പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് തോന്നുകയും കൂടെ ചെയ്യുമല്ലോ. നമ്മൾ വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നതിലും ബെറ്ററാണ് ഇതുപോലെ വരച്ച് കളിക്കുക എന്നുള്ളത്. ഡൂഡിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു വര എന്ന് പറയുന്നത്. കാരണം ഇതിൽ വലുതായിട്ടൊന്നും തന്നെ ഇല്ല, നമുക്ക് കൂടുതലായിട്ട് ആലോചിക്കാനൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് കുറച്ച് വളഞ്ഞിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെയുള്ള വരകൾ വരയ്ക്കുന്നു. അതിൻ്റെ ഓരോ വളവിലേക്കും അല്ലെങ്കിൽ 2-3 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും നമ്മളങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിനെ കണക്ട് ചെയ്യുക. അത്രമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ അത് ആക്ച്വലി നല്ലോണം സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്ന് വെച്ച് നിങ്ങൾ ക്ലാസ്സിൽ ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിരുന്ന് വരയ്ക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് ബോറടിച്ചിരിക്കുവാണ്, ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യണം, പഠിത്തത്തിനിടയിൽ കുറച്ച് റിലാക്സേഷൻ വേണം, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സോ അവസാനം നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിട്ടുന്നുണ്ടായിരിക്കുക. നല്ല ഭംഗിയില്ലേ? സോ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയണേ. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.